തീർച്ചയായിട്ടും. ഒന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹമാണ് ആരോപണമൊന്നും ഉന്നയിച്ചില്ല. ജില്ലാ പഞ്ചായത്ത് എന്നെ പ്രസിഡന്റ്, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം ആരോപണമൊന്നും ഉന്നയിച്ചില്ല. അദ്ദേഹം വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ചില പരാമർശങ്ങളാണ് നടത്തിയത്. ഒന്ന് ചില പിതൃശൂന്യ പരാമർശങ്ങളാണ്. അതില് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ അപ്പനാരാണെന്ന് നിശ്ചയമില്ലാത്ത സ്ഥിതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം SLC ബുക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ പിതാവ് പ്ലാത്തോട്ടത്തിൽ ചാക്കോയാണെന്നാണ് SLC ബുക്കിലെ രേഖ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ അപ്പനെന്നാണ്. കുറച്ചു നാൾ മുമ്പ് അദ്ദേഹം ബിഷപ്പ് ഫ്രാങ്കോ ജയിലിൽ കിടന്നപ്പോൾ സന്ദർശിക്കാൻ പോയി. ആ സന്ദർശിക്കാൻ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു പറഞ്ഞു, ഞാൻ എന്റെ അപ്പനെ കാണാനാണ് ജയിലിൽ പോയത്, എന്റെ അപ്പനാണെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ അപ്പനാരാണെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ലാത്തൊരു സ്ഥിതി. ആദ്യം അദ്ദേഹം തീരുമാനിക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവരുടെ അപ്പനെ വിളിക്കുന്ന നിലപാടുമായിട്ട് ഇറങ്ങട്ടെ എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അദ്ദേഹമാണ് എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് 2005 മുതൽ 2010 വരെയുള്ള തദ്ദേശ സ്ഥാപന കാലയളവിലാണ്. ആ കാലയളവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി, അന്ന് കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്, PC ജോർജ് ഇല്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതും ജയിച്ചതും പ്രസിഡന്റ് ആയതും. പ്രസിഡന്റ് പദവി ഒഴിയുമ്പോഴും കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്. അന്ന് PC ജോർജ് ജനപക്ഷം എന്നുള്ള സ്വന്തം പാർട്ടിയുമായി പൂഞ്ഞാറിൽ MLA ആയി പ്രവർത്തിക്കുക. അന്ന് കേരള കോൺഗ്രസ് എം UDF-ലാണ്. അന്ന് PC ജോർജ് UDF-ൽ ഇല്ല. ഞാൻ UDF-ലുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നെ ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലോ ജയിപ്പിക്കുന്നതിലോ പ്രസിഡന്റ് ആക്കുന്നതിലോ ഒന്നും ഒരു പങ്കും അദ്ദേഹം വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ കാലത്തൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കും മുന്നണിക്കും എതിരായ രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് അദ്ദേഹം ഇരുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കല്ലുവച്ച നുണകൾ പ്രചരിപ്പിക്കുക. ഇതേക്കുറിച്ചൊന്നും ഒരു പക്ഷേ വിശദമായി പരിശോധിക്കാത്തവർ ശരിയാണെന്ന് ധരിച്ചോട്ടെ എന്ന് കരുതിയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം പരാമർശനങ്ങളുമായി അദ്ദേഹം തന്നെ സ്വയം അപഹാസ്യനാവുകയുള്ളൂ ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുമായി ബന്ധപ്പെട്ട് PC ജോർജിന് ഏതെങ്കിലും നിലയിലുള്ള ഒരു ബന്ധവും അക്കാര്യത്തിൽ ഇല്ല എന്നും അദ്ദേഹം അന്ന് ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഞങ്ങളുടെ മുന്നണിയിലില്ല. അതിലുപരി അദ്ദേഹം പറയുന്നത് VS അച്യുതാനന്ദൻ വഴി പ്രസിഡന്റാക്കി. ആളുകൾക്ക് വളരെ പ്രായമാകുമ്പോ സാമാന്യബോധവും യുക്തിയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ഡിമെൻഷ്യ എന്നൊരു അസുഖത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോ ആ നിലയിലുള്ള വല്ല രോഗം അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ വസ്തുതാവിരുദ്ധമായ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.